വന്ന് സംസാരിക്കാനും നന്നായി വരും, നന്നായി വരട്ടെ എന്ന് പറയാനുള്ള മനസ്സ് കാണിച്ച വളരെ ഒരു വ്യക്തിത്വമാണ്. ഭയങ്കര അത്ഭുതമാണ് അല്ലേ. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതിലൊന്ന് ഈ ജാനകിയമ്മയാണ്. അത് ജാനകിയമ്മ മരിച്ചു. പക്ഷെ അവരുടെ സ്വകാര്യ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ ഈശ്വരൻ കൊടുത്തു. മകൻ മരിക്കുമ്പോൾ, ഭർത്താവ് മരിക്കുമ്പോൾ, അതുവരെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്ന ഭർത്താവ് മരിക്കുമ്പോൾ, മകൻ മരിക്കുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ജീവിതമുണ്ട്. അപ്പോൾ ഇന്നത്തെ നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് മനോദുരിതങ്ങൾ, കഴിഞ്ഞുപോയ മനോദുരിതങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കും. പക്ഷേ എപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് സാമ്പത്തിക ബന്ധനത്തിൽ നിന്ന് മാറ്റമില്ല. ഈ സാമ്പത്തിക ബന്ധനം മാറണമെങ്കിൽ, നമസ്കാരം, ചില മനുഷ്യർ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് വേദനിക്കും. ആകാശത്തോളം വളർന്നാലും ഒരുപാട് അംഗീകാരങ്ങളൊക്കെ കിട്ടിയാലും അവർ എന്ത് വിനയമായിട്ടാണ് മറ്റുള്ളവരോട് പെരുമാറുന്നതെന്ന് എന്നെ അത്ഭുതപ്പെടുത്തിയുള്ള ഞാൻ ഇന്ദ്രൻസിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് നമ്മുടെ ഗായിക ജാനകിയമ്മ. പക്ഷെ അവരുടെ സ്വകാര്യ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ ഈശ്വരൻ കൊടുത്തു. ആകെ ഉണ്ടായിരുന്നൊരു മകൻ മരിച്ചു, ഭർത്താവ് മരിച്ചു, പിന്നെ അവർ വിധിക്ക് കീഴടങ്ങി ജീവിച്ചു. എന്നാലും ഒരുപാട് ദുഃഖങ്ങളിലുള്ളു ഒതുക്കിക്കൊണ്ട് അവരുടെ പാട്ടുകളിലൂടെ അവർ എല്ലാം മറന്ന് ജീവിച്ചു അല്ലേ. മകൻ മരിക്കുമ്പോൾ, ഭർത്താവ് മരിക്കുമ്പോൾ, അതുവരെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്ന ഭർത്താവ് മരിക്കുമ്പോൾ, മകൻ മരിക്കുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ജീവിതമുണ്ട്. അപ്പോൾ ഈശ്വരൻ്റെ ഒരു വിധി എന്ന് പറയുന്നതിനെക്കുറിച്ച് ഞാൻ എപ്പോഴും ആലോചിക്കും. നമ്മളൊരിക്കലും ആലോചിക്കാത്തത് അതാണ് അല്ലേ. നമ്മളെപ്പോഴും സ്വത്ത്, പണം, സമ്പത്ത്, ഭൗതിക സുഖങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാതെ നമ്മൾ മരണത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കത്തില്ല. ഇന്ന് കാണുന്നവരെ നാളെ കാണും നമുക്ക് ഉറപ്പുന്നില്ല. ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ളതൊക്കെ ഉണ്ട് ഇല്ലേ. നമ്മൾ ചില ശവപ്പെട്ടികൾ കൊണ്ടുപോകുമ്പോൾ അതിനകത്ത് ഇന്ന് ഞാൻ നാളെ നീ എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് മരിക്കും എന്ന് ഉറപ്പുള്ളത്, ജീവിതത്തിൽ ശാശ്വതമായ സത്യം എന്ന് പറയുന്ന മരണം മാത്രമാണ്. നമ്മൾ എന്തൊക്കെ നേടിയാലും നമ്മൾ ഈ ഭൂമിയിൽ അത് ഇട്ടിട്ട് പോകാൻ പറ്റും. നമുക്ക് ഈ ശരീരം പോലും കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. എന്നെ വിളിക്കുന്ന പലരുടെയും കാര്യങ്ങൾ എനിക്ക് വലിയ അത്ഭുതം തോന്നും. സമ്പത്തിന് വേണ്ടി സഹോദരങ്ങളെ തള്ളിപ്പറയുക, ഒരാളുണ്ടാക്കിയ സ്വത്ത് മുഴുവൻ തയ്യാറാക്കിയിട്ട് അയാളെ പുറത്താക്കുക, ഒരേ ഗർഭപാത്രത്തിൽ നിന്ന് വന്നവർ കോടതി വ്യവഹാരങ്ങളിൽപ്പെട്ട് കോടതി വരാന്തകളിൽ നിന്ന് സ്വത്തിനും പണത്തിനും വേണ്ടി വഴക്കുണ്ടാക്കുക, പൂർവികരായിട്ട് ഉണ്ടാക്കി കൊടുത്ത സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ട് പരസ്പരം കലഹിക്കുക. അവരായിട്ടുണ്ടാക്കിയതല്ല, പക്ഷേ ജീവിതത്തിലുടനീളം നമ്മൾ കോടതിയിൽ പോയാൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമ്മൾ എത്രയോ കാലങ്ങൾ ആ കോടതി വരാന്തകളിൽ ഇങ്ങനെ മാറ്റി വക്കീലന്മാർ, നല്ല വക്കീലന്മാരാണെങ്കിൽ കേസ് പെട്ടെന്ന് തീർത്തു തരും. ചില വക്കീലന്മാരാണെങ്കിൽ അത് അവരുടെ ഉപജീവന മാർഗമായിട്ടെടുക്കും. വക്കീലന്മാരെക്കുറിച്ച് പറഞ്ഞ ഒരുപാടുണ്ട്. പക്ഷേ അതിനുമുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറയുന്നത്, അതുപോലെ ഇങ്ങനെ ജീവിതത്തിൽ ഏറ്റവും ഉയരത്തിലെത്തിയിട്ടും താഴെ വീഴാതെ ആ ഉയരത്തിൽ നിന്ന് തന്നെ പിന്നെ സ്വർഗ്ഗവാതിൽ കടന്നകത്ത് പോയ ആളാണ് എനിക്ക് ജാനകിയമ്മയെക്കുറിച്ച് തോന്നിയിട്ടുള്ളത്. ഞാൻ 16-ാമത്തെ വയസ്സിൽ സിനിമയോട് ഭ്രമം തോന്നി വിദ്യാഭ്യാസം നിർത്തിയിട്ട് പ്രീ ഡിഗ്രിക്ക് 1 വർഷമേ MG കോളേജിൽ പഠിച്ചിട്ടുള്ളൂ. മോഡൽ സ്കൂളിൽ പഠിച്ചിട്ട് അവിടുന്ന് MG കോളേജിൽ പോയിട്ട് 1 വർഷം. അപ്പോൾ ആര് ചോദിച്ചാലും ഞാൻ 10ാം ക്ലാസ് എന്നേ പറയുള്ളൂ. കാരണം പ്രീ ഡിഗ്രിക്ക് 2ാമത്തെ വർഷം പോയില്ല, ലോജിക്കായിരുന്നു. അവിടുത്തെ സിനിമയോടുള്ള ഭ്രാന്ത് മൂത്തിട്ട് ഞാൻ ചെന്നൈയിൽ പോയി. അപ്പോൾ ചെന്നൈയിലെ പ്രൊഡക്ഷൻ മാനേജർ ചന്ദ്രൻ പനങ്ങോട് എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടായിരുന്നു. അന്നത്തെ പ്രശസ്തനാണ്, ഇന്നുമുണ്ട് ചന്ദ്രൻ ചേട്ടൻ, ഇന്നുമുണ്ട്. വളരെ സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം എന്നെ കൊണ്ടുവന്ന് എഡിറ്റർ മുരളി എന്ന് പറയുന്ന അന്നത്തെ പ്രശസ്തനായ ഒരു എഡിറ്ററുടെ സഹായിയാക്കി. ഇപ്പം ചാകര എന്ന് പറയുന്ന ജയൻ സീമയൊക്കെ അഭിനയിച്ച, TG രവിയൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയുടെ വർക്കാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അസിസ്റ്റൻറ്റ് എഡിറ്ററാണ്, എഡിറ്റിംഗ് അസിസ്റ്റൻ്റാണ്. ജോലി പഠിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ എഡിറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മേഖലകളെക്കുറിച്ച് അറിയാമെന്നുള്ള പറഞ്ഞ് 1 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. അന്ന് എല്ലാം അത്ഭുതമാണ്. ഞാനൊരു ദിവസം കടുവാക്കുളം, ഞാനിങ്ങനെ പിന്നെ വടപളനിയിൽ നിൽക്കുമ്പോൾ, ബസ് കാത്ത് നിൽക്കുമ്പോൾ, അന്ന് എന്നത്തെ മദ്രാസ്, എത്രയോ മുമ്പുള്ള മദ്രാസാണ്. അപ്പോൾ മദ്രാസാണ് അന്ന്, ചെന്നൈയല്ല. പരിചയമുള്ള ഒരാൾ സൈക്കിൾ ചവിട്ടി പോകുന്നു. ആരാണ്? കടുവാക്കുളം ആൻ്റണി എന്ന് പറഞ്ഞൊരു നടൻ. ഞാൻ പുറകിൽ ഓടി കടുവാക്കുളം ആൻ്റണിയെ കാണാനായിട്ട്. അപ്പോൾ അദ്ദേഹം ഇവിടെ ചെന്ന് വർഗീസ് എന്ന് ഒരാളുടെ കടയിൻ്റെ മുമ്പിൽ സൈക്കിൾ നിർത്തിയിട്ട് ചായ കുടിക്കണം. അപ്പോൾ ഞാൻ പോയി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. അപ്പം കടുവാക്കുളം ആൻ്റണി ചോദിച്ചു, ഭയങ്കര കോമഡി നടനായിരുന്നു. എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിങ്ങനെ സിനിമയിൽ വന്നതാണ്. അഭിനയിക്കാനാന്ന് ചോദിച്ചു. അന്ന് ഇങ്ങനെ ഈ കോലമൊന്നും അല്ലല്ലോ, കാണാനൊക്കെ ഇത്തിരി വൃത്തിയുണ്ടായിരുന്നൊരു കാലഘട്ടമാണ്. 16 വയസ്സല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ല, ഇങ്ങനെ എന്തെങ്കിലും പിന്നെ എഴുതാനൊക്കെ ആയിട്ടാണ് വന്നത്, പക്ഷേ ഇവിടെ കഥകൾ എഴുതണം എന്ന ആഗ്രഹം, അഭിനയിക്കാനല്ല എന്ന് പറഞ്ഞു. എന്തായാലും അങ്ങനെ ആദ്യം കാണുന്ന, സംസാരിക്കുന്ന ഒരാൾ കടുവാക്കുളം ആൻ്റണിയാണ്. വർഗീസ് എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള വർഗീസിൻ്റെ കടയെക്കുറിച്ച് തന്നെ പറയുന്ന ഒരുപാട് പേര് അവിടെ വന്ന് സിനിമയിൽ അഭിനയിക്കാൻ വന്ന ഒരു വിശക്കുമ്പം അവിടെ വന്നാൽ ഭക്ഷണം കഴിക്കും, പൈസ കൊടുക്കാനുണ്ട്. ആ കൊടുക്കാനുള്ള പൈസ കൊടുത്ത് തന്നെ വർഗീസിന് വളരെ സമ്പന്നനാകും എന്നാണ് പറയുന്നത്. ആയേക്കാമായിരുന്നു. പക്ഷെ അവസാന കാലം വരെ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കടയിലൂടെയാണ് അദ്ദേഹം ജീവിച്ചത്. വർഗീസിനെ അറിയാത്ത ആരുമില്ല.
അപ്പോൾ ഇങ്ങനെ നമ്മളെ സിനിമയുടെ ലോകത്ത് ഇങ്ങനെ ജീവിക്കുക എല്ലാം അത്ഭുതമാണ് കാണുന്നത്. പിന്നെ ടി ജി രവി എന്ന് പറയുന്ന നടനോടൊപ്പം ആദ്യം കാറിൽ കയറുന്ന നടൻ ടി ജി രവിയാണ്. ഞാൻ കാറിൽ എന്നെ കൂടെ കയറ്റിക്കൊണ്ടുപോയി. മുരളി സാർ ഉണ്ടായിരുന്നു, എഡിറ്റർ ഉണ്ടായിരുന്നു, എന്നെ കൂടെ കാറിൽ കയറ്റിയിട്ട് ഇറങ്ങുന്ന സമയത്തോട്ട് ആദ്യമായിട്ടൊരു സിനിമ നടൻ്റെ കാറിൽ കയറുന്നത് ഈ ടി ജി രവി എന്ന് പറഞ്ഞ നടൻ്റെ കാറിലാണ്. അങ്ങനെയൊക്കെ നമുക്ക് അത്ഭുതങ്ങളുടെ ഒരു ലോകത്താണ് അവരോടൊപ്പം കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ AVM സി തിയേറ്ററിൽ അങ്ങനെ ഒരു പാട്ടിൻ്റെ റെക്കോർഡിങ് നടക്കുകയാണ്. അപ്പോൾ ആരും എന്നോട് പറഞ്ഞ് വരുന്നുണ്ടോ എന്ന്. അപ്പോൾ ഞാനും കൂടെ പോയി. ഞാൻ നോക്കുമ്പോൾ ജാനകി അമ്മ ഇങ്ങനെ പാടുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. അപ്പോൾ നമ്മുടെ മുമ്പിൽ നമ്മൾ ഈ കുട്ടിക്കാലം മുതൽ ഈ പാട്ടുകൾ ഇങ്ങനെ കേട്ട് പാട്ടിൻ്റെ ലോകത്തൂടെ സഞ്ചരിച്ച് ആ റേഡിയോയിൽ ഇവിടെ ഈ ജാനകിയുടെ പാട്ടൊക്കെ കേട്ട് അത്ഭുതത്തിൻ്റെ ലോകത്ത് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുവാണ്. ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിന്നു. നോക്കി ഇങ്ങനെ കുറേ കഴിഞ്ഞ് അവർ 3-4 പ്രാവശ്യം എന്നെ ശ്രദ്ധിച്ചു. ഒരാളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് അത് എന്ത് പറയണമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ആഹ്ലാദവും എൻ്റെ അത്ഭുതവും എല്ലാം കൊണ്ട് ഇന്ന് നാട്ടിൽ ചെന്ന് എല്ലാവരോടും പറയണം, തിരുവനന്തപുരത്തോട് എല്ലാവരോടും പറയണം, ഞാൻ ജാനകിയമ്മയെ കണ്ടു, ഞാൻ ടി ജി രവിയുടെ വണ്ടിപ്പേറി കടുവക്കോളം ആൻ്റണിയെ കണ്ടു എന്നൊക്കെ അന്നത്തെ പ്രശസ്തമായിട്ടുള്ള താരങ്ങൾ ആ അത്ഭുതത്തിൻ്റെ ലോകത്തൂടെ സഞ്ചരിക്കുകയാണ് ഞാനിങ്ങനെ. അപ്പോൾ കുറേ പ്രാവശ്യം ഞാനിങ്ങനെ ഒരു പയ്യൻ, ഒരു 10-16 വയസ്സുള്ള പയ്യനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ കണ്ടപ്പോൾ അവർ ശ്രദ്ധിച്ചു. ആ പാട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അവർ പുറത്തേക്ക് വന്നിട്ട് എൻ്റെ ചോദിച്ചു, ഇവിടെ നിൽക്കുന്ന എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ തിരുവനന്തപുരത്താണ്, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് എന്ത് സംസാരിക്കണം എന്ന് എനിക്കറിയാൻ വയ്യ, പിന്നെ ഞാൻ ഇങ്ങനെ തിരുവനന്തപുരത്താണ്, സിനിമയിലേക്ക് എന്തെങ്കിലും ആവാനായിട്ട് വന്നതാണ്, എന്തെങ്കിലുമല്ല എഴുതണം എന്ന് പറഞ്ഞു. സംവിധായകനും അഭിനയിക്കാനാണോ എന്ന് ചോദിച്ചു. കാരണം എൻ്റെ അന്നത്തെ കോലം കണ്ട ഇന്നത്തെ കോലമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു, എഴുതാനൊക്കെ ആയിട്ട് കഥയൊക്കെ എഴുതാനായിട്ടുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ് സിനിമയിൽ, സംവിധായകനാകണം എന്നില്ല എന്ന് പറഞ്ഞു, അഭിനയിക്കണമെന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചു. എന്താ നന്നായി വരൂ എന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ആ ഒരു ജീവിതത്തിൽ കിട്ടിയെന്ന് കഴിഞ്ഞാൽ ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്ന ഒരു ജാനകി അമ്മ എന്ന് എല്ലാവരും വിളിക്കുകയുള്ളൂ. അവർക്ക് ഒരാവശ്യമില്ല അല്ലേ. ഞാൻ ഇന്നലെ സിനിമയിലേക്ക് വരുന്ന ഒരാൾ ഞാനിങ്ങനെ അവരെ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ അത് ആ പാട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അവരെ ഇങ്ങനെ കണ്ണാടിക്കാത്തൂടാണ് അവർ വന്നിട്ട് എന്താ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഈ പാട്ടുകൾ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ആരാണ്, എനിക്ക് പാടാനൊന്നും പറഞ്ഞുകൂടാ, പക്ഷേ എനിക്ക് അന്ന് ജയചന്ദ്രനായിരുന്നു ഇഷ്ടം. അപ്പോൾ ഞാൻ യേശുദാസിനെയാണോ ഇഷ്ടം? ഞാൻ പറഞ്ഞല്ല, ജയചന്ദ്രനെയാണ്, ബ്രഹ്മാനന്ദനെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു നമ്മളെ ആ ഒന്നുമല്ലാത്ത 10-16 വയസ്സുള്ള ഒരു പയ്യൻ, ആ പയ്യൻ്റെ അടുത്ത് അംഗീകരിക്കുക, അവർ വന്ന് സംസാരിക്കാനും നന്നായി വരും, നന്നായി വരട്ടെ എന്ന് പറയാനുള്ള മനസ്സ് കാണിച്ച വളരെ ഒരു വ്യക്തിത്വമാണ്. ഭയങ്കര അത്ഭുതമാണ് അല്ലേ. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതിലൊന്ന് ഈ ജാനകിയമ്മയാണ്. അത് ജാനകിയമ്മ മരിച്ചു. ഞാനവരുടെ മരണത്തിൽ ടീച്ചർ കരഞ്ഞു. ടീച്ചർ 2 ദിവസമായിട്ട് ആ ജാനകിയമ്മയുടെ പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്, കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഭയങ്കര. ഞാനത് തടയാനും പോയില്ല, കരയരുതെന്ന് പറയാനും പോയില്ല. ടീച്ചർ അങ്ങനെയാണ്. ചില ഇഷ്ടങ്ങളോട്, ടീച്ചറിൻ്റെ ഇഷ്ടങ്ങളോട് നമുക്ക് തർക്കിക്കാനൊന്നും പറ്റില്ല. ടീച്ചർ കരയും. പിന്നെ KS ചിത്ര എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. എന്തൊരു വിനയമുള്ള സ്ത്രീയാണ്. ഇങ്ങനെയൊക്കെ മനുഷ്യർ അവരൊക്കെ ഇവിടെ നിൽക്കുന്നതാണ്. ഞാൻ കന്നഡയിൽ 5 സിനിമ ചെയ്തു. 5 സിനിമ കന്നഡയിൽ ചെയ്തു. നീലാംബരി, ദുർഗാശക്തി എല്ലാം നന്നായിട്ട് ഓടിയ സിനിമകളാണ്. ഓടാത്തതുകൊണ്ട് എന്നാലും ഓടി. അപ്പോൾ എൻ്റെ അവിടെ ഈ പാട്ട് അന്ന് അനന്തപത്രം എഴുതി. ഞാനിവിടെ അനന്തപത്രത്തിൽ ഹിറ്റായി. അനന്തപത്രത്തിലെ പാട്ടുകളൊക്കെ പാടി ചിത്രാമ്മ അവിടെ ഈ പാട്ട് ചിത്രാമ്മയെ കൊണ്ട് പാടിക്കാനായിട്ട് ആ മ്യൂസിക് ഡയറക്ടർ അവിടെ ചെന്നപ്പോൾ സുനിൽ പരമേശ്വരൻ ഞങ്ങൾ കേരളത്തിലെ മലയാളിയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെക്കുറിച്ച് അവിടെ സംസാരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, വല്ല ആവശ്യമുണ്ടോ? അവർക്ക് പാട്ട് പാടി പൈസ വാങ്ങിച്ചുകൊണ്ട് പോയാൽ പോരെ. അതൊക്കെ ഒരു അംഗീകാരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കര അംഗീകാരമായിട്ടാണ് അവിടെ തോന്നിയിട്ടുള്ളത്. ഞാൻ കണ്ടിട്ടില്ല KS ചിത്ര ചേച്ചി, ഞാൻ നേരിട്ട് ഒരിടത്തും കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. കാരണം അവർ പല സ്ഥലത്തും എൻ്റെ അനന്തഭദ്രം എന്ന സിനിമയിലെ എല്ലാ പാട്ടുകളും ഭയങ്കര ഹിറ്റാണ്. അനന്തഭദ്രം സിനിമയിലെ അല്ലേ. അപ്പോൾ ആ പാട്ടുകൾ പാടി, ആ ശബ്ദം, ആ സ്വരമാധുരി എൻ്റെ എല്ലാ സിനിമയിലും പാടി. കന്നഡയിൽ 5 സിനിമയിലും അവർ പാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോലെ ഒന്നുമല്ലാത്ത ഒരാളെ, സിനിമയിൽ വളർന്നു തുടങ്ങുന്ന ഒരാളെ, കാലുവയ്ക്കുന്ന ഒരാളെ ഓർമ്മിപ്പിച്ചു അല്ലേ, ഓർമ്മിച്ചു. അവരോട് പറഞ്ഞു ഇങ്ങനെ സുനിൽ പരമേശ്വരൻ, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വലിയൊരു നല്ല സിനിമയുണ്ട് അനന്തഭദ്രം എന്ന് പറയുന്ന സിനിമ, എഴുത്തുകാരനാണ്, ഞങ്ങൾ മലയാളിയാണ് എന്ന് ആ മ്യൂസിക് ഡയറക്ടറെ അടുത്ത് പറഞ്ഞതായിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു. പിന്നെ എവിടെ വെച്ച് MP രാധാകൃഷ്ണൻ്റെ വീട്ടിൽ വെച്ച് ടീച്ചർ വീണ പഠിക്കാൻ പോകും. അവിടെ ഈ ലക്ഷ്മി ടീച്ചർ വീണ പഠിക്കാൻ പോകും. വീണ പഠിപ്പിക്കുമ്പോൾ ടീച്ചറോടെ പഠിക്കുമായിരുന്നു. അവിടെ വെച്ചങ്ങാണ്ട് ഇതുപോലെ ഇങ്ങനെ സുനിൽ പരമേശ്വരൻ്റെ ഭാര്യയാണെന്ന് ടീച്ചർ പറഞ്ഞപ്പം അവിടെയും അവരാ ഒരു എഴുത്തുകാരന് തന്ന ഒരു ബഹുമാനമുണ്ട്.
നമുക്ക് ഭയങ്കര അത്ഭുതം. ഞാൻ വിചാരിക്കും എന്തോ ഒരു ധാർഷ്ട്യം. അതേസമയം ചില മനുഷ്യർ എന്തൊരു ധാർഷ്ട്യത്തോടു കൂടിയാണ് പെരുമാറുന്നത്, എന്തൊരു അഹങ്കാരത്തോടു കൂടിയാണ് പെരുമാറുന്നത്. ഇവരെ പോലുള്ള ഇങ്ങനെ ഞാൻ പറയില്ലേ, ഇന്ദ്രൻസ്, പ്രേംകുമാർ, അവരൊക്കെ എനിക്ക് അത്ഭുതങ്ങളാണ്. അതേസമയം ഒന്നുമല്ലാതെ ഇത്തിരി കഴിവ് വെച്ച് മാത്രം അല്ലേ, ആ കഴിവ് കൊണ്ട് അഹങ്കരിക്കും, ധാർഷ്ട്യത്തോട് ഒരിക്കൽ കണ്ടാലും പരിചയപ്പെട്ടാലും മുഖമില്ല, പരിചയമില്ലാതെ പോകുന്നതും അപരിചിതത്വം ഭാവിക്കുന്ന എത്രയോ പേരുണ്ട്. മോഹൻലാൽ ഞാൻ ലാലേട്ടൻ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളവിടെ ഷട്ടിൽ കോക്കൊക്കെ കളിച്ച് ജീവിച്ചാണ് മുഴുവൻ മുകളിൽ. കാണുമ്പം അമ്മയെക്കുറിച്ച് ചോദിക്കും. ഞാൻ ഇപ്പോൾ കുറേ കാലമായി കണ്ടിട്ട് ആ ഓർമ്മ സസ്യം പറ്റിച്ചെൻ്റെ മകനാണെന്നറിയാം. ഞങ്ങൾ ആ ബാല്യത്തിലെ ഓർമ്മകൾ കാത്തു സൂക്ഷിക്കുന്ന മോനെ സുഖമായിട്ടിരിക്കണോ, എന്ത് ചെയ്യണോ, സ്വാമിയായല്ലേ എന്ന് ചോദിക്കുന്നതും ആ സ്മരണ എന്ന് പറയുന്ന ജീവിതത്തിൽ വലിയ കാര്യമാണ്. നമുക്ക് പലർക്കും ഇല്ലാതെ പോയതാണില്ലേ, സ്മരണകളില്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സഹായിച്ചവർ, കൈപിടിച്ചുയർത്തിയവർ, സ്നേഹിച്ചവർ, നെഞ്ചോട് ചേർത്തവർ, അവരൊക്കെ നമ്മളെ തള്ളിപ്പറയുകയും മാറ്റി നിർത്തുകയും ഇങ്ങനെ മാറ്റി നിർത്തും. മക്കൾ അച്ഛനമ്മമാരെ മാറ്റി നിർത്തും അല്ലേ, പുതിയൊരു ഭാര്യ വരുമ്പോൾ മാറ്റി നിർത്തും. വലിയ വേദനയാണ്. ഞാൻ ദിവസം കേൾക്കുന്നില്ലേ, ഒരാളുടെ അച്ഛൻ ഒരു 2 പെൺമക്കളാണ്. അച്ഛനെ സ്വാധീനിച്ച് അച്ഛൻ്റെ സകല സ്വത്തുക്കളും വില കൊടുത്ത് വാങ്ങിച്ച് ബാക്കിയുള്ളതും കൂടെ മേടിച്ച്. മറ്റേ സഹോദരി വളരെ ദുഃഖത്തിലും ദുരന്തത്തിലും ദുരിതത്തിലുമാണ്. ഒരു 10 സെൻറ്റ് ഭൂമി അവർക്ക് കൊടുക്കാത്തത്. മറ്റവരിത് കൊണ്ടുപോയി അനുഭവിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ടോ? അവരുടെ ഹൃദയത്തിന് ഇതൊന്നും ഉള്ളാവുന്ന ഒരു വേദനയുണ്ട്. ഇതൊന്നും തന്നെ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ ജനിക്കുമുണ്ടാകും. നമ്മൾ കളിപ്പാട്ടങ്ങളെ സ്നേഹിക്കുക, അമ്മയുടെ മുലപ്പാലിനെ സ്നേഹിക്കുകയും, ശൈശവത്തിൽ അമ്മയുടെ മുലപ്പാലിനെ സ്നേഹിക്കുകയും, ബാല്യത്തിൽ കളിപ്പാട്ടങ്ങളെ സ്നേഹിക്കും, ശൈശവം, ബാല്യം, കൗമാരത്തിൽ സ്വപ്നങ്ങളുണ്ടാകും, സ്വപ്നങ്ങളെ സ്നേഹിക്കും, യൗവനത്തിൽ എതിർ ലിംഗത്തിൽപ്പെട്ടവരെ സ്നേഹിക്കുകയും, വാർദ്ധക്യത്തിൽ രോഗങ്ങളെ സ്നേഹിക്കാൻ പറ്റില്ല, വന്നു കയറുന്ന രോഗങ്ങളെക്കുറിച്ച് വേദനിക്കുകയും, മരണചിന്തയുണ്ടാകും, മരണത്തിന് ശേഷം ഉണ്ടാകും, കിടക്കുന്ന കട്ടിലും ഉണ്ടാക്കിയ പണവും ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ശരീരവും ഉൾപ്പെടെ എല്ലാം നമ്മൾ ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് പോയേ പറ്റൂ. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ, നമ്മളെപ്പോഴും ബോധവാനായിരിക്കണം. നമ്മളുണ്ടാക്കുന്ന ധനമല്ല ഇവിടുത്തെ വിഷയം. ധനം എങ്ങനെയും വാങ്ങിക്കാം. ഒരാളെ പറ്റിച്ചുണ്ടാക്കാം, വഞ്ചിച്ചുണ്ടാക്കാം, ചതിച്ചിട്ടുണ്ടാകാം, അപഖ്യാതികൾ പടർത്താം, ആഭിചാരം ചെയ്താം, കൂടോത്രങ്ങൾ ചെയ്താം, എല്ലാം ചെയ്യാം. പക്ഷേ ഇതിൻ്റെ എല്ലാം തിരിച്ചടികൾ എത്ര തലമുറകൾ നിൽക്കുമെന്ന് അറിയാമോ? എത്ര തലമുറകൾ അല്ലേ? ഒരിക്കൽ സ്നേഹിച്ച ഒരാളെ, ഒരിക്കൽ ഭക്ഷണം തന്ന ഒരാളെ ശത്രുതയൊക്കെ ഉണ്ടാവും. ശത്രുത മനുഷ്യൻ്റെ രക്തത്തിൽ ഇങ്ങനെ അലിഞ്ഞതാണ് ഒരാളോടുള്ള ശത്രുത എന്നൊക്കെ പറയുന്നത്. പക്ഷേ നമ്മളെ സഹായിച്ച ഒരാളെ, നമ്മളെ സ്നേഹിച്ചിരുന്ന ഒരാളെ, നമ്മളെ ചേർത്ത് പിടിച്ചിരുന്ന ഒരാളോട് ശത്രുത ഭാവിക്കുമ്പോൾ, ശത്രുത ഉണ്ടാകുമ്പോൾ, നമ്മളൊപ്പം ജനിച്ചവർ അല്ലേ, ഒപ്പം ജനിച്ചവർ നിസ്സാര കാര്യത്തിനൊക്കെ ശത്രുക്കളായിട്ട് പോകും, പരസ്പരം കൂടോത്രങ്ങൾ ചെയ്യുന്ന. ഈ അടുത്ത കാലത്തൊരു സഹോദരി, അവരൊരു മനുഷ്യ സ്ത്രീയാണോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കും. ആ കുടുംബത്തിലെ സകല പേരെയും മറ്റാളിൽ നിന്ന് അകറ്റി, എല്ലാവരിൽ നിന്ന് അകറ്റി അവരെ വേറൊരു ലോകത്താണ്. അവരെ പക, മറ്റയാളെക്കുറിച്ച് അപഖ്യാതി പറഞ്ഞ് എല്ലാവരും അകറ്റി അവരങ്ങനെ അവർക്ക് ജീവിക്കാൻ അവരുടെ ഒരു ഘട്ടം വരുമ്പോൾ അവരത് ആലോചിക്കണമല്ലോ. ഒന്ന് കിടന്നു പോയാൽ, ഒന്ന് വീണു പോയാൽ, മുകളിലേക്ക് പോകുന്ന ശ്വാസം താഴേക്കൊന്ന് വന്നാൽ മാത്രമേ നമ്മൾ ജീവിച്ചിരിക്കുന്നുള്ളൂ എന്നുള്ള ബോധ്യം നമ്മളെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എത്രയോ പേര് ഇപ്പം അടൂർ ബാസി എന്ന് പറയുന്ന മലയാളത്തിലെ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് അറിയാമോ എന്നറിയത്തില്ല, പ്രഗത്ഭനായ നടനായിരുന്നു. ഹാസ്യത്തിൻ്റെയും അല്ലാതെ ഈ സീരിയസ് വേഷങ്ങളിലും ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള, പിന്നെ സംവിധാനമൊക്കെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ വീട് കിടക്കുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരാളൊരു വീഡിയോ ചെയ്തിരുന്നു. എനിക്ക് കഷ്ടം തോന്നി. കാട് പിടിച്ച്, അത് സ്ത്രീശാപം എന്നൊക്കെ പറയുന്നുണ്ട്, അതിനകത്ത് എത്ര സത്യാവസ്ഥ ഉണ്ടെന്ന് അറിയത്തില്ല. അത് കാട് പിടിച്ച് അതിങ്ങനെ നശിച്ച് അദ്ദേഹം ഉണ്ടാക്കിയൊരു തിയേറ്റർ. അപ്പം ഇതിനെല്ലാം നമ്മളെ കർമ്മഫലങ്ങൾ പിന്തുടരുന്നു എന്നാണ്. അത് കയ്പും മധുരവും പടരുന്നു എന്ന് ശ്രീകുമാരൻ നമ്പി സാർ എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിനൊരു ശുദ്ധി വേണം അല്ലേ? ഒരാളെ ചേർത്ത് പിടിക്കുമ്പോൾ അത് ഹൃദയത്തോട് തന്നെ ചേർത്ത് പിടിക്കണം. നമുക്ക് അവരെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, അവരെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സഹായം ചെയ്യണം. അങ്ങനെയൊക്കെയല്ലേ ചെയ്യുക? ഈ അടുത്ത കാലത്ത് ഒരു വലിയ, ഞാൻ ഞെട്ടിപ്പോയ ഒരു മനുഷ്യൻ, ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ ജ്യോതിഷത്തിലൊക്കെ അഗാധമായ പാണ്ഡിത്യം ഉണ്ടാകുന്ന ഒരാൾ, അഗാധമായ പാണ്ഡിത്യം, പ്രഡിക്ഷൻസൊക്കെ വളരെ 100%. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ദുഃഖം ഈ അടുത്ത ദിവസം എന്നോട് പറഞ്ഞു. സ്വകാര്യ ദുഃഖം എന്നെ വിളിച്ചിരുന്നു, കാണണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നു.
അപ്പോൾ എന്നോട് പറഞ്ഞു എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ വന്നത് എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ അത് പൂർവ്വജന്മവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വല്ല കാര്യങ്ങളും ഉണ്ടാകും. ചേട്ടൻ ഈ ജന്മത്തിൽ ആരെങ്കിലും ദോഷകരമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ, അപ്പോൾ പുള്ളി പറയുന്നത് ഞാൻ അറിഞ്ഞാതെ വല്ലതും ചെയ്തിട്ടുണ്ടാവണം ഉള്ള ഒരു ധാരണയുണ്ട്, ഒരു കാര്യമുണ്ട് എന്ന്. ഞാൻ ചോദിച്ചാൽ എന്താണ്? അപ്പോൾ പുള്ളിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്കൊരു സ്ത്രീ വിഷയമാണെന്ന് മനസ്സിലായി. ഞാൻ അതങ്ങ് വിട്ടു. അപ്പോൾ ചേട്ടൻ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ പശ്ചാത്താപം ഒരു ശിക്ഷയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശിക്ഷ അല്ലാതെ പലരും പറയുന്നുണ്ട്. പക്ഷേ പശ്ചാത്തപിക്കുമ്പോൾ അതിൻ്റെ ശിക്ഷയ്ക്ക് കുറേ ദോഷം കുറേ ശതമാനം കുറയും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പറയാൻ പറ്റില്ല അല്ലേ? നമ്മളാണെങ്കിൽ ഒരാൾ ഞാൻ ദേഷ്യപ്പെടും ചിലരെടുത്ത്, പിന്നെ ഉടൻ തന്നെ ഞാൻ വിളിക്കും ദേഷ്യപ്പെട്ട. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചോളാം എൻ്റെ അടുത്ത്. ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ? ഞാൻ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ കാന്തല്ലൂർ ഇരിക്കുന്ന ആളാണ്. സ്വാമി പിന്നെ എവിടെയാണ്? ഞാൻ പറഞ്ഞു ഇങ്ങനെ കാന്തല്ലൂരാണ് അല്ലെങ്കിൽ വെമ്പായത്താണ്. സ്വാമി ഇങ്ങോട്ടെങ്ങാനും വരുന്നുണ്ടോ? ഞാൻ പറയും നിങ്ങൾക്ക് ഒരു അസുഖം വന്നാൽ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് കാണിക്കണമെന്ന് നിങ്ങൾ മെഡിക്കൽ കോളേജ് വരില്ലേ? അത് മെഡിക്കൽ കോളേജ് എടുത്തോണ്ടോ ഡോക്ടർമാരെ എല്ലാം കൂടെ പറക്കി അങ്ങോട്ട് കൊണ്ടുവരണോ എന്ന് പറഞ്ഞ് നമ്മളൊന്ന് ചൂടായി സംസാരിക്കുമെങ്കിലും ഞാൻ കുറേ തിരിച്ചു വിളിക്കും. നിങ്ങൾ വരൂ, വന്നാൽ മാത്രമേ പറയാൻ പറ്റൂ. വരുന്ന സമയം, കൊണ്ടുവരുന്ന തേങ്ങയുടെ ലക്ഷണം, ഇരിക്കുന്ന ദിശ, മുഖം, ഇതൊക്കെ എടുത്താലും ഒരു ലക്ഷണശാസ്ത്ര പ്രകാരം ഫലങ്ങൾ പറയാൻ പറ്റൂ. എന്നിട്ടും എന്നെ പറ്റുന്നില്ല, പലതും പറ്റുന്നില്ല. ഇന്നലെ ഞാൻ കാക്കയെക്കുറിച്ച്, ഗൗരി എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ ഒരു അമ്മുമ്മയുടെ കാക്കയ്ക്ക് ചോറ് കൊടുത്തിരുന്ന ഒരു അമ്മുമ്മയുടെ കാര്യം പറഞ്ഞു. ആ അമ്മുമ്മയുടെ ആ റൗക്ക കിടന്നിടത്ത്, റൗക്ക എന്നാ പറയുന്നത്, ഇങ്ങനെ കെട്ടി, പണ്ട് കാലത്ത് ഇതൊന്നും ഇടൂല, റൗക്ക മാത്രം ഈ തുണിയും അങ്ങനെ കെട്ടി ഇവിടെ ഇങ്ങനെ ഒരു കെട്ടും കാണും. അങ്ങനെ ഇന്ന് കാക്കയ്ക്ക് ചോറും ചോറും ഒക്കെ കൊടുത്തിരുന്ന അമ്മുമ്മ മരിച്ച് അമ്മുമ്മയുടെ വസ്ത്രം ഭൂമിക്കടിയിൽ പോയി. കാക്കകൾ അവിടെ വന്ന് കൊത്തിപ്പറിക്കും, അത് ചികഞ്ഞെടുക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് രാവിലെ എന്നെ ഒരു പെൺകുട്ടി വിളിച്ചായിരുന്നു, ഒരമ്മ രാവിലെ വിളിച്ച് ഞാൻ ഫോൺ എടുത്തപ്പോൾ അയ്യോ സ്വാമി എന്ന് പറഞ്ഞിട്ട്, ഞാൻ ഫോൺ എടുത്ത സ്വാമിയാണോ എന്ന് ചോദിച്ചിട്ട് അവർക്ക് പിന്നെ കുറേ നേരം അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇത്ര കാലമായിട്ട് സ്വാമിയെ വിളിക്കുകയാണ്, സ്വാമി ഞാൻ ഇന്നലൊരു വീഡിയോ കണ്ടു സ്വാമി. ഞാൻ പറഞ്ഞാൽ മതി, ഞാൻ കേൾക്കാം. രാവിലെ ഒരു 6 മണിയാവുന്നേ ഉള്ളൂ ഇന്ന്. ഞാൻ പറയൂ എന്ന് ചോദിച്ചപ്പോൾ സ്വാമി ഞാൻ ഇന്നലെ ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല സ്വാമി, എനിക്ക് ഭർത്താവില്ല, എനിക്ക് ഒരു മകളുമായിട്ട് ഞാൻ ജീവിക്കുവാണ്, പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഹിന്ദു അല്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ മനുഷ്യ സ്ത്രീയല്ലേ, ഹിന്ദു ഇവിടെ എനിക്ക് മതമില്ല, എനിക്ക് ജാതിയുമില്ല മതവുമില്ല, മനുഷ്യർ മാത്രമേ ഉള്ളൂ. മറ്റേതെങ്കിലും ഇപ്പം ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും എന്തെങ്കിലും ചെവിക്കോ തലയ്ക്കോ ഒക്കെ വേറെ വല്ല വ്യത്യാസങ്ങൾ വരുമോ? അഡീഷണൽ ആയിട്ടൊന്നും ഇല്ലല്ലോ. ഒരു മനുഷ്യൻ്റെ അല്ലേ, രൂപങ്ങൾക്കൊക്കെ വ്യത്യാസം വരുന്നതായിട്ട് സൃഷ്ടി അനുസരിച്ചുള്ള വ്യത്യാസമല്ലാതെ കൊമ്പൊന്നും ഉണ്ടാവില്ലല്ലോ. എന്താണെന്ന് പറയാൻ പറഞ്ഞു. അതൊന്നും ഇവിടെ പ്രശ്നമല്ല പറയും. എൻ്റെ അടുത്ത് എല്ലാവരും വരുന്നുണ്ട്, ഞാൻ പലവും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേരുണ്ട്, എല്ലാ മതങ്ങളിൽപ്പെട്ട ആൾക്കാരും ഉണ്ട്. എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ചിട്ടുള്ള രീതികളേ ഇല്ല. പറയൂന്ന് പറഞ്ഞപ്പോൾ അവർ പറയുകയാണ് സ്വാമി എനിക്ക് ദുഃഖം സഹിക്കാൻ വയ്യ. ഞാൻ എന്താണ്? അത് ഞാനും കുട്ടികളായിട്ട്, ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു, ഞങ്ങൾ കുട്ടികളെല്ലാം കൂടെ പോയപ്പോൾ ഒരു കൊച്ചു കാക്ക കറണ്ടടിച്ചങ്ങാണ്ട് വീണ് കിടക്കുകയായിരുന്നു. അപ്പോൾ വീണ് കിടന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കുട്ടികളെല്ലാം കൂടെ ഒരു പാത്രം കൊണ്ടുവന്ന് അതിനെ മണ്ണിട്ട് മൂടിക്കളഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് എന്തൊരു പാപമാണെന്നറിയാമോ? ബാക്കി കാക്കകളെല്ലാം കൂടെ നിലവിളി, കാക്കകൾ നിലവിളി. കാക്ക കുഞ്ഞല്ലേ, ഒരു കാക്ക കുഞ്ഞിനെ ഒരു കാക്ക സ്നേഹിക്കാനായിട്ടാ നമ്മൾ ഞെട്ടിപ്പോവും. ഭക്ഷണം വായിൽ കൊത്തിക്കൊണ്ടുവന്ന് ഇറക്കാതെ മറ്റേ കാക്ക കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുക്കും. നമ്മുടെ വീട്ടിൽ വെമ്പായത്ത് എൻ്റെ അടുക്കളയിൽ വരും. ധൂമാവതി ഹോമം ചെയ്യുമ്പോൾ, ഞാൻ ധൂമാവതി ഹോമം ചെയ്യുന്നതാണ്, കാക്ക രഥം വലിക്കുന്നതാണ് ധൂമാവതി. ഞങ്ങൾ നെറ്റിലടിച്ചാൽ കാണാം. അപ്പോൾ കാക്ക, ഞാൻ വീഡിയോ ഇട്ടിരുന്നു അതിനകത്ത്. കാക്ക നമ്മളിങ്ങനെ കയ്യിൽ വെച്ചാൽ കയ്യിൽ വന്ന് കൊത്തിയെടുക്കും. കാക്കയെ സ്നേഹിച്ച അങ്ങനെയാണ്, ഭയങ്കര അനുഗ്രഹമാണ് കാക്ക. ധൂമാവതി നമ്മൾ പിതൃക്കൾക്കൊക്കെ ബലികർമ്മങ്ങൾ ചെയ്യാൻ ധൂമാവതി ഹോമം വളരെ നല്ലതാണ്. എന്നിട്ട് ഇവരിതിട്ട് മൂടി, കാക്ക ചത്തുപോയി, കാക്ക കുഞ്ഞ് ചത്തുപോയി. ഇപ്പോൾ ഉള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ആ പെൺകുട്ടി പറയുന്നത് 30-35 വയസ്സുണ്ട്. ഞാൻ വിളിച്ചത്, എന്നെ വിളിച്ചപ്പോൾ പറയുന്നത് ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റൂല, കാക്കകൾ ഒന്ന് കൊത്തും. ഒന്ന് ആലോചിക്കണം, 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുട്ടികളുമായിട്ട് പോകുമ്പോൾ ഒരു കാക്ക കുഞ്ഞ് കറണ്ടടിച്ച് കിടക്കുന്നു, അങ്ങനെ വീണ് കിടക്കുന്നു. അതിനെ എടുത്ത് എല്ലാവരും കൊണ്ട് പാത്രം കൊണ്ടുവന്ന് ഈ കാക്ക കുഞ്ഞിനെ എടുത്ത് മണ്ണിട്ട് മൂടി. ഇത്രയേ ചെയ്തുള്ളൂ. വർഷങ്ങൾ എത്രയോ കഴിഞ്ഞു. 10-35 വർഷം കഴിഞ്ഞപ്പോഴും പുറത്തിറങ്ങാൻ വയ്യ, കാക്കകൾ വന്ന് കൊത്തുകയാണ്.
ഒരുപാട് കാക്കകൾ കൊത്തുന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്, കാക്കകൾ വരുന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം എൻ്റെ ഒരു ഡോക്ടർ അനിൽ എന്ന് പറഞ്ഞാൽ നല്ല ഹോമിയോയിൽ ജ്യോതിയും അനിലും കഴക്കൂട്ടത്താണ്, മേനംകുളത്ത് ഉഗ്രം ഡോക്ടർമാരാണ്, ക്യാൻസറിന് വരെ ചികിത്സിക്കും, ഗംഭീര ഡോക്ടർമാരാണ്, വളരെ സത്യസന്ധനാണ്, പറഞ്ഞ വാക്ക് പാലിക്കുന്ന വളരെ മനുഷ്യനാണ്, ഡോക്ടറാണ്. ആ കുടുംബത്തിൽ ഞാനായിട്ട് ഭയങ്കര മാനസിക അടുപ്പുള്ളതാണ്. ആ ഡോക്ടർ ടെറസിൻ്റെ മുകളിൽ കയറിയാൽ ഫുള്ള് കാക്കകളും വരും, പക്ഷെ കുത്തൂല. അത് പിതൃക്കളുടെ അനുഗ്രഹമാണ്, പിതൃക്കളുടെ അനുഗ്രഹം. നല്ല മനുഷ്യനാണ്, രോഗികളെ ചികിത്സിക്കുന്ന രണ്ടുപേരുമുണ്ട്, ജ്യോതിയുണ്ട്, പിന്നെ ഡോക്ടർ അനിലുണ്ട് മേനംകുളത്ത്. സാറേ ഹോമിയോയിൽ അവരെ വല്ല ആരുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഭയങ്കര ടീച്ചറിൻ്റെ ഹോമിയോ പിടിക്കുകയുള്ളൂ. ഞാൻ ഭയങ്കര ചുമയായിരുന്നു, ഞാൻ കൊണ്ടുപോയി ഒറ്റ ദിവസത്തെ മരുന്ന് കൊണ്ട് തീർന്നു. മേനംകുളം ഡോക്ടർ അനിലും ജ്യോതി ഭയങ്കര ഗംഭീരം. നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം വന്നാൽ നേരെ അങ്ങോട്ട് പോയച്ചാൽ മതി. ഇവിടെ കിഡ്നി അടിച്ചു മാറ്റുന്ന ഡോക്ടർമാർ, മനുഷ്യൻ്റെ അവയവങ്ങൾ അടിച്ചു മാറ്റുന്ന ഡോക്ടർമാരെല്ലാം കൂടെ ഇന്ന് ഇടിയുടെ മുമ്പിൽ ചെന്ന് ക്യൂ നിൽക്കുന്ന കണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തു. ഇവരെയൊക്കെ കാര്യങ്ങളെ ഇവരങ്ങനെ ഞാൻ പറയുന്നില്ല, ബഹുമാനപ്പെട്ട ഡോക്ടർമാർക്കൊക്കെ സംഭവിക്കാൻ പോകുന്നത് ഈശ്വരാക്ക് നിയമവും കോടതിയൊന്നുമല്ല, ദൈവത്തിൻ്റെ കോടതി കൊടുക്കുന്ന കനത്ത ശിക്ഷ അവർ അനുഭവിച്ചേ പറ്റുള്ളൂ. ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഞാൻ നിത്യവും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പം കാന്തല്ലൂർ പോവും. ഇന്ന് പോയി കഴിഞ്ഞാൽ 15, 16, 17, 18 തീയതി വരുള്ളൂ. 3 ദിവസം ഞാനില്ല. 3 ദിവസം മനുഷ്യൻ്റെ ദുഃഖങ്ങൾ ഇങ്ങനെ കേട്ടങ്ങോട്ട് പറഞ്ഞു തരാനും അതുകൊണ്ട് അനുഭവങ്ങൾ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും മാറ്റം ഉണ്ടാവണമെങ്കിലും പണത്തെയും ഭൗതിക സുഖങ്ങളെയും അമിതമായി സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ഇന്നലെ ഒരു അമ്മ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ ഇതിന് പരിഹാരമില്ല. ഞാൻ ഇന്നലെ പറഞ്ഞൊരു വീഡിയോ ആണ്, ഒരു മകൻ ഒരു അച്ഛനമ്മമാരോട് കാണിക്കുന്ന നീചമായ കർമ്മങ്ങൾ. ഞാൻ പറഞ്ഞപ്പോൾ അമ്മ കരഞ്ഞു, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ ഇതിന് പരിഹാരമില്ല, ഇത് അനുഭവിച്ച് തീർക്കാനേ പറ്റൂ. എന്തൊരനുഭവമാണ്. മരിക്കാൻ പറ്റുമോ, ദൈവം വിളിക്കാതെ പോകാൻ പറ്റുമോ സ്വാമി എന്ന് ചോദിക്കുന്ന അച്ഛനമ്മമാരുടെ മുമ്പിൽ നിശബ്ദനായി പോവുകയാണ് ഞാൻ. നിശബ്ദത ഭയങ്കരമാണ് അല്ലേ? എന്തെല്ലാം നമുക്ക് ചുറ്റും മനുഷ്യർ, ധനം ഇങ്ങനെ കുന്നുകൂട്ടുന്ന മനുഷ്യർ, പണത്തിന് ബുദ്ധിമുട്ട്, പണമില്ലാത്തവർക്ക് പണം ഉണ്ടാക്കാനുള്ള ആഗ്രഹം, പണമുള്ളവർ 100 ഇരട്ടിയാക്കാനുള്ള ആഗ്രഹം, പണം കുന്നുകൂടുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന, വയറ് നിറഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ല ആഹാരം, പക്ഷെ പണം കുന്നുകൂടുമ്പോഴും അതിനോടുള്ള ഭീകരമായ ആർത്തി കൊണ്ടുണ്ടാകുന്ന അവസ്ഥ അല്ലേ, അതെല്ലാം പിൻകാലത്ത് തിരിച്ചടിക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത് ചെറിയ ചെറിയ ആഗ്രഹങ്ങളിലൂടെ ജീവിക്കുക എന്നുള്ളതാണ്. ഞാനെപ്പോഴും ചെറിയ ആഗ്രഹങ്ങളാണ്. പുസ്തകങ്ങൾ ഇപ്പോൾ രാവിലെ 5 മണിക്ക് ഇരുന്നിട്ട് എഴുതും. പുസ്തകങ്ങളുടെ വരുമാനം, പൂജയൊക്കെ ചെയ്യുമ്പോഴുള്ള വരുമാനം, പൂജകളുടെ കാര്യങ്ങൾക്കും ഹോമങ്ങൾ ഇപ്പം ചെയ്യാൻ താല്പര്യമില്ല, എന്നാലും ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തേ പറ്റൂ. അത് എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന, എനിക്കറിയാവുന്ന വിധത്തിൽ. അത് എൻ്റെ പൂജകൾ, ഞാൻ ഹോമങ്ങളൊക്കെ ചെയ്താൽ പൈസ ചിലവാകും. അഡ്ജസ്റ്റ്മെൻറ്റിലൊന്നും ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അത് പൈസ ചിലവാക്കി അത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ തന്ത്രശാസ്ത്രത്തിലെ ഏറ്റവും മികച്ച രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയേ ചെയ്യുള്ളൂ. അതിന് 100% ഫലം ഉണ്ടാവുമെന്ന് പറയില്ല, പക്ഷെ ഫലം ഉണ്ടാകും. ഒരു 20% ഫലമെങ്കിലും വന്നാൽ പോലും നമ്മുടെ ജീവിതത്തിലെ വലിയ ബുദ്ധിമുട്ടുകൾ ഇന്ന് കരകയറാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് മനോദുരിതങ്ങൾ, കഴിഞ്ഞുപോയ മനോദുരിതങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കും, മനോദുഃഖങ്ങളെക്കുറിച്ച്, കഴിഞ്ഞുപോയ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കും. അങ്ങനെയൊന്നും ഓർക്കേണ്ട ആവശ്യമില്ല. മാറ്റമുണ്ടാകുന്ന കാലഘട്ടമാണ്. നല്ല ഒരുപാട് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്ന, എന്ന് പറഞ്ഞാൽ ഇത്രയും കാലത്തെ ദോഷദുരിതങ്ങൾക്ക് ഒരു പരിഹാരം വരും. പക്ഷേ എപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് സാമ്പത്തിക ബന്ധനത്തിൽ നിന്ന് മാറ്റമില്ല. ഈ സാമ്പത്തിക ബന്ധനം മാറണമെങ്കിൽ നമ്മൾ തിരുവണ്ണാമലയിൽ പോയിട്ടൊന്ന് ഗിരിവലയം ചെയ്യണം, തലക്കാവേരി പോയി കുളിക്കുകയും വേണം. ഈ പൂർവ്വജന്മ ദോഷത്തിൽ ബന്ധിച്ച് കിടക്കുന്ന ഈ ദോഷം കാർത്തിക നക്ഷത്രക്കാർക്ക്, ആ പൂർവ്വജന്മത്തിൽ ബന്ധിച്ച് കിടക്കുന്ന ദോഷം, ധനപരമായിട്ടുള്ള ദോഷം മാറാനായിട്ട് ഈ അവിടെ ഇറങ്ങി 3 തവണ ഈ തലക്കാവേരി എല്ലാം വേണം. അതല്ലാതെ വേറെ ഫലമില്ല, പൂജ പരിഹാരങ്ങളില്ല. പൂർവ്വജന്മത്തെ സാമ്പത്തിക ബന്ധനത്തിന് ആ തലക്കാവേരി പോയിട്ട് 3 തവണ മുങ്ങി തലയിൽ വെള്ളമൊഴിച്ചാൽ ആ മാറുമെന്നാണ് സങ്കല്പം. അപ്പോൾ ആ സങ്കല്പം നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ചെയ്യണം. അപ്പോൾ കുക്കി സുബ്രഹ്മണ്യത്തിൽ പോയി സർപ്പസംസ്കാര പൂജ ചെയ്തില്ലെങ്കിൽ പോലും ഈ തലക്കാവേരി പോയി നിന്ന് കുളിക്കുക, തിരുവണ്ണാമലയിൽ നടക്കുക. പിന്നെ ശനീശ്വര ക്ഷേത്രം, തഞ്ചാവൂർ കൊമ്പണം ശനീശ്വര ക്ഷേത്രത്തിലൊന്ന് അവിടെ പോയിട്ടൊന്ന് വഴിപാടുകൾ നടത്തുന്നത് നമ്മളതിന് അവിടുത്തെ പ്രത്യങ്കര ക്ഷേത്രത്തിലൊന്ന് പോകുന്നത് നല്ലതാണ്. കാരണം പൂർവ്വജന്മത്തിലെ ശത്രുദോഷങ്ങൾ വരാനുള്ള സാധ്യത അത് ഈ കാലഘട്ടത്തിലുണ്ട്. എന്നാലും നിങ്ങൾ ഭക്തി കൊണ്ട് ലളിതസഹസ്രനാമം, വിഷ്ണുസഹസ്രനാമമൊക്കെ വായിക്കുന്നവരാണെങ്കിൽ ഭക്തി കൊണ്ട് നമ്മൾ അതിനെയൊക്കെ അതിജീവിക്കും. എന്നാലും കഴിഞ്ഞു പോയിട്ടുള്ള പൂർവികന്മാരെ കുറിച്ച്, പൂർവികമായിട്ടുള്ള
പൂർവികമായിട്ടുണ്ട് കിട്ടിയ സ്വത്തുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ പൂർവികർ സഹായിച്ചവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള സ്മരണകൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ തിരുവല്ല ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ബലികർമ്മങ്ങൾ കൂടെ ചെയ്യണം. പിതൃക്കൾക്കുള്ള ബലികർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടാവും. സന്ധികൾക്ക് രോഗാവസ്ഥ ഉണ്ടാകും. സന്ധികൾക്ക് കർക്കിടക മാസം ആയതുകൊണ്ട് കർക്കിടകം വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നതും ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് കണ്ണിന് കുറച്ച് പ്രോബ്ലം ഉണ്ടാകും. തലയ്ക്ക് പെരുപ്പുണ്ടാകുക, പ്രഷർ കൂടുന്നതും പ്രമേഹത്തിനുള്ള രോഗങ്ങൾക്ക് ചികിത്സ നടത്തിയാൽ മാത്രം മതി. എന്നാലും കാർത്തിക നക്ഷത്രങ്ങൾ ഉരുണ്ടുരുണ്ട് അങ്ങ് നടന്നു പോവും, കഴിഞ്ഞു പോവും. മക്കളെക്കുറിച്ചിട്ടുള്ള ചെറിയ ചെറിയ വിഷയങ്ങളും കൊച്ചുമക്കളെക്കുറിച്ചിട്ടുള്ള കൊച്ചുമക്കൾക്ക് ആരോഗ്യാവസ്ഥ, മക്കൾക്ക് കൊച്ചുമക്കളുണ്ടെങ്കിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. കാർത്തിക നക്ഷത്രത്തിന് പൊതുവെ വളരെ ദോഷകരമായിട്ടുള്ള കാലമല്ല. കർമ്മശുദ്ധിയുണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. തിരുവനന്തപുരത്തുള്ളതാണെങ്കിൽ ആറ്റുകാൽ ക്ഷേത്രത്തിലും ഇല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിലും പരിഹാരക്രിയകൾ ചെയ്താൽ തന്നെ ഒരുപാട് മനസ്സിന് ശാന്തി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.